good. പതിനൊന്നല്ലേ? 11. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يكذبون بيوم الدين وما يكذب به إلا كل معتد أثيم إذا تتلى عليه آياتنا قال أساطير الأولين كلا بل ران على قلوبهم ما كانوا يكسبون. അവിടെ നമ്മള് ബൽ എന്ന പദം സത്യയില് വന്നിട്ടുള്ള സീൻ അല്ലേ? അതെ. അപ്പൊ അറിയാലോ, ശ്വാസം മുറിയാതെ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം, പക്ഷേ ശ്വാസം മുറിയാൻ പാടില്ല. അതെ, മാഷാ അല്ലാഹ്. كلا إنهم عن ربهم يومئذ لمحجوبون ثم إنهم لصالو الجحيم. إنهم لصالو الجحيم. ആദ്യത്തെ ഇപ്പൊ ലസാലു ലാമിനെ നീട്ടിയിരുന്നു. ലസാലു അതെ, الجحيم. ആ മദ്ദിനെ നീട്ടുവോ നമ്മള് ലസാലു എന്നതിലുള്ള? ഇല്ല, കാരണം എന്താ? നീട്ടില്ല. അവിടെ സുക്കൂൻ ഇതിൽ വന്നു. നമ്മള് വേറെ നിയമം പഠിച്ചു, ഹംസത്തുൽ വസ്ലിന്റെ പഠിച്ചില്ലേ? ഹംസത്തുൽ വസ്ലിന് മുമ്പ് മദ്ദിന്റെ അക്ഷരങ്ങൾ പെട്ടതിൽ ഒന്ന് മദ്യ നീട്ടൂല എന്ന് പഠിച്ചില്ലേ? അതെ. ലസാലുൽ ജഹീം. ലസാലുൽ ജഹീം. ثم يقال هذا യുഖാലു, അവിടെ ലാമിന് മദ്ദുണ്ടോ? ലാമിനെ നീട്ടേണ്ടതുണ്ടോ? ഇല്ല. ثم يقال هذا الذي كنتم به تكذبون. പിന്നെ തുകذിബൂൻ ഖാഫ് അല്ല കാഫാണ്. തുകذിബൂൻ. تكذبون. ഖാഫ് അല്ല കാഫ്. تكذبون. ഖാഫ് നസീർക്ക ഖാഫാണോ? تكذبون. നമ്മളെ സാധാരണ മലയാളത്തിൽ കാ പറയില്ല, കാ, അത് പറഞ്ഞാൽ മതി. തുകذിബൂൻ. تكذبون. അതെ. تكذبون. كلا إن كتاب الأبرار لفي عليين. ഒന്നുകൂടി ഒന്ന് ആയത്ത് നോക്കുക. കല്ല ഇന്ന കിതാബൽ. كلا إن كتاب الأبرار. كتاب الأبرار لفي عليين. അവിടെ റോയിനെ ഇപ്പൊ നേർപ്പിച്ചു. ആദ്യം ഇപ്പൊ അബറാറി എന്ന് പറഞ്ഞത്, റോയിനെ കനപ്പിച്ചാണ് പറഞ്ഞത്. നേർപ്പിക്കണം, അബറാരി. അതെ, റോയിന് കെസർ വന്നത് കൊണ്ട് നമ്മൾ റോയിനെ എന്ത് ചെയ്യണം? എന്ന് പറയാൻ പറ്റൂല. ഇല്ല, കാരണം റോയിന് കെസർ വന്നാല് റോയിനെ നേർപ്പിക്കണം. അവിടെ അബറാരി ഉണ്ടോ? റോയിന് കെസർ വന്നില്ലേ? അതെ, റോയിന് കെസർ ആണെങ്കിൽ റോയിനെ നേർപ്പിക്കണം. إن كتاب الأبرار لفي عليين وما أدراك ما عليون كتاب مرقوم يشهده المقربون إن الأبرار لفي نعيم على الأرائك ينظرون تعرف في وجوههم نظرة النعيم يسقون من رحيق مختوم. അവിടെ യുസ്ഖൗന മണിക്കൂല. ഇല്ല, മിറ. ശദ്ദുൽ റയിലേക്ക് ചേർത്ത് മിറ. യുസ്ഖൗന
يسقون من رحيق مختوم ختامه مسك. ഖിതാമുഹു മിസ്കുൻ എന്നാണ് നിർത്തുമ്പോ നമ്മള് അവിടെ لا لا أنا هذا شوفي ആ ختامه مسك وفي ذلك. നിങ്ങള് കാഫാക്കി എന്ന് തോന്നുന്നു. മിസ്ക് എന്നാണ്, ക്യാഫാണ്. മിസ്ക് നമ്മള് മലയാളത്തില് കാ പറയില്ല, അതേ രൂപത്തിൽ كا كا കോ അല്ല, ക കിതാബ് മിസ്ക്. കിതാബ് എന്നൊക്കെ നമ്മള് പറയില്ലേ, കിതാബ് كتاب كتاب ആ കാഫാണ് ഓതുള്ളത് അവിടെ. മിസ്ക് കോഫ് വരുന്നുണ്ടോ? കോഫിന്റെ ഒരു ഉച്ചാരണം എനിക്ക് തോന്നുന്നതെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് കേൾക്കുമ്പോ കോഫായിട്ട് തോന്നുന്നുണ്ട്. ختامه مسك മിസ്ക് وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عينا يشرب بها المقربون. അവിടെ ഐനയ്യ മണിക്കണം. عينا يشرب بها المقربون إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون وإذا انقلبوا إلى أهلهم انقلبوا فقحين. അഹിലിഹി മുൻ, അവിടെ മുൻ കലബൂല സുക്കൂണ ന്യൂനിനെ വ്യക്തമാക്കാൻ പറ്റൂല. കാരണം എന്താണെന്നറിയോ? അഹിലിഹി അല്ലല്ല, അഹിലിഹി മുൻ, അവിടെ ന്യൂനിനെ വ്യക്തമാക്കാൻ പാടില്ല. وإذا انقلبوا إلى أهلهم انقلبوا. അങ്ങനെ ന്യൂനിനെ അവ്യക്തമാക്കാനുള്ള കാരണം അറിയാമോ? നമ്മളത് ക്ലാസ്സിൽ ചർച്ച ചെയ്ത വിഷയമാണ്. അത് സുക്കൂനില്ലാത്ത ന്യൂനാണ്. അതെ, മാഷാ അല്ലാഹ്, അവിടെ സുക്കൂന് കൊടുത്തിട്ടില്ല. സുക്കൂനാണ്, സുക്കൂണിന്റെ ന്യൂനാണ്, പക്ഷെ അതെ ഖുർആനിൽ പ്രിന്റ് ചെയ്തിട്ടില്ല. അപ്പൊ അവൻ എന്താണ്, അവിടെ സുക്കൂനുള്ള ന്യൂനിനെ എന്ത് ചെയ്യണം? മറയ്ക്കണം, ശബ്ദത്തിൽ മറച്ചു ഉച്ചരിക്കണം. മാഷാ അല്ലാഹ്. وإذا رأوهم قالوا إن هؤلاء لضالون. ഇവിടെ നമ്മള് വഇദാ റഅൗഹും ഖാലൂ എന്നതിലെ മദ് കാണുന്നില്ലേ? ആ മദ്ദിന് എത്ര ഹറക്കത്താണ് നീട്ടേണ്ടത്? ഖാലൂ എന്നതില് വാവ് മദ്, ഒരു ഫത്ഹിന്റെ ഒരു രീതി ഉണ്ടോ? മദ്ദിന്റെ സിമ്പിൾ കാണുന്നില്ലേ? അതിന് ശേഷം ഹംസ വരുന്നില്ലേ? മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ വന്നാല് എത്ര ഹറക്കത്ത് മദ് ചെയ്യണം? അപ്പൊ അവിടെ നീട്ടണം. وإذا رأوهم قالوا إن هؤلاء لضالون. അവിടെ ഇന്ന മണിക്കണം, ഇന്ന. പിന്നെ ഹഉലാഇ എന്നുള്ളത് 5 ഹറക്കത്ത് നീട്ടാം, 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത്, 2. ലദാല്ലൂൻ എന്നതിലെ മദ് നമുക്ക് എത്ര ഹറക്കത്താണ് നീട്ടാൻ? ലദാല്ലൂൻ 6. അതെ, എന്തുകൊണ്ടാണ് 6 ഹറക്കത്ത് നീട്ടാൻ കാരണം? അങ്ങനല്ല, മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം മാഷാ അല്ലാഹ്, ബറകല്ലാഹു ഫീക്കും. ഇവിടെ ഈ ആയത്തിൽ നമ്മൾ ഓതുമ്പോ കുറച്ച് ശ്വാസം എന്ത് ചെയ്യണം? നല്ല രൂപത്തിൽ എടുക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് മദ്, 3-4 മദ് വരുന്നുണ്ട്, പിന്നെ ഒരു മണിക്കൽ വരുന്നുണ്ട് നൂനിന്. അപ്പൊ ഭക്ഷണ ക്ലാസ് ഇതിന് ശേഷം വരുന്ന അവിടെ ഹംസത്തിൽ വസ്ൽ, ഏതായാലും ഹംസത്തിൽ വസ്ൽ. ഹലോ, സൗണ്ട് ചെറിയ പ്രശ്നമുണ്ട്. അവിടെ എന്റെ സൗണ്ടിനോ?
അങ്ങനെ മുറിഞ്ഞ് കട്ടായി പോകുന്നില്ല ഇങ്ങനെ. ഓതിയ സമയത്തല്ലേ അക്ക? അതെ, ഒരു സമയത്ത് ഇപ്പൊ അല്ല. ഈ നീട്ടുന്ന സമയത്തില്ല കട്ടാവുന്നത്. ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. അവിടെ ലദാലൂൻ എന്നതിലെ ബോദിന് ശേഷമുള്ള ലാമിന്റെ ശബ്ദം നമ്മൾ ഉച്ചരിക്കുമ്പോൾ ബോദിനെ 6 ഹറക്കത്ത് നമ്മൾ നീട്ടി ശബ്ദുള്ള ലാമിൽ ഉച്ചരിക്കുമ്പോൾ എന്ത് ചെയ്യണം? കുറച്ച് കടുപ്പിക്കണം. ലദാലൂൻ അല്ലാതെ ലദാലൂൻ ആ ലാമിന് ശബ്ദില്ലാതെ ഓതാൻ പാടില്ല. ആ ലാമിന് നമ്മൾ ശബ്ദ് ചെയ്ത് തന്നെ ഓതണം. ചില ആൾക്കാര് ബോദിന് 6 ഹറക്കത്ത് നീട്ടും. 6 ഹറക്കത്ത് നീട്ടിയിട്ട് ഷദ്ദിന്റെ അക്ഷരം വരുമ്പോ എന്ത് ചെയ്യും? അതിനുശേഷമുള്ള ഷദ്ദ് വരുമ്പോ ഷദ്ദില്ലാതെ എന്ത് ചെയ്യും? ഓതി പോകും ലദാലൂൻ എന്ന രൂപത്തിൽ. അപ്പൊ അവിടെ ഷദ്ദ് തന്നെ ചെയ്യണം. ഒന്നുകൂടെ ആയത്ത് നോക്കുക. വഇദാ റഅൗഹും وإذا رأوهم قالوا إن هؤلاء لضالون മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. وما أرسلوا عليهم حافظين. അവിടെ വമാ എന്നതിലെ മദ്ദിന് എത്ര ഹറക്കത്ത് നമ്മൾ നീട്ടേണ്ടത്? അവിടെ 4-5. ഹലോ, അതെ, 4. സാധാരണ മദ് നീട്ടേണ്ടത് നമ്മൾ 2 ഹറക്കത്തല്ലേ? അതെ. സാധാരണ പക്ഷെ ഇവിടെ എന്തുകൊണ്ട് നമ്മൾ 4 ഹറക്കത്ത് അല്ലെ 5 ഹറക്കത്ത് നീട്ടുന്നു? അതെ, ഹംസ വന്നു. അതെ, മദ്ദിന് ശേഷം ഹംസ വന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ റീസൺ ഇങ്ങനെ പറയാൻ കഴിഞ്ഞാല് അൽഹംദുലില്ലാ. അതെ, മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ വന്നത് കൊണ്ടാണ് അവിടെ വമ എന്നതിന്റെ മീമിന് 2 ഹറക്കത്തിൽ കൂടുതൽ, അതാ 5 അല്ലെങ്കിൽ 4 ഹറക്കത്ത് നമ്മൾ നീട്ടുന്നത്. മാഷാ അല്ലാഹ്. അടുത്ത ഒരു സൂറത്തിന്റെ അവസാനം വരെ ഒന്ന് ഓതുക. അടുത്ത ആയത്ത് 3. ഓക്കെ. فاليوم الذين آمنوا من الكفار يضحكون على الأرائك ينظرون هل ثوب الكفار ما كانوا يفعلون. മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. തെറ്റൊന്നുമില്ല. മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. ഉഷാറായിട്ട് പോകുന്നുണ്ട്. അപ്പോ ഇൻഷാ അല്ലാഹ് നസീർക്ക് ഓതി ഷറഫ്ക്ക് ഇൻഷാ അല്ലാഹ് ഓതോ? വീഡിയോ ഓണാക്കി. വീഡിയോ ഓണാക്കിയാൽ ഹൈറായിരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, വീഡിയോ ഓണാക്കിയിട്ടുണ്ട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. സൂറത്തിന്റെ പേര് പറഞ്ഞിട്ട് ഓതിയാൽ ഹൈറായിരിക്കട്ടെ. സൂറത്തുൽ ഇൻശിഖാഖ്. ഖാഫ് ആണ് രണ്ടും. ഇൻശിഖാഖ്. ഖാഫ്. ഇദസ്സമാഇലെ മീമിനെ എത്ര ഹറക്കത്താ നീട്ടേണ്ടത്? 4 ഹറക്കത്ത്. ഹംസ വന്നു. മദ്ദിന് ശേഷം ഹംസ. 4 അല്ലെങ്കിൽ 5. അപ്പൊ ഇവിടെ 4 ഹറക്കത്തൊക്കെ നീട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു 3 ഹറക്കത്തേക്ക് വന്നിട്ടുള്ളൂ. അതെ. പിന്നെ അവിടെ നൂനിനെ വ്യക്തമാക്കാൻ പറ്റുമോ? സുക്കൂണുള്ള നൂനിനെ വ്യക്തമാക്കാൻ പറ്റുമോ? വ്യക്തമാക്കാൻ പറ്റില്ല. അപ്പൊ അവ്യക്തമാക്കണ്ടേ? അല്ലേ, അതിന് ശേഷമുള്ള ഒരു അലിഫിന് നമ്മൾ വായിക്കുന്നില്ലല്ലോ. അതെന്താണ് കാരണം? അത് അലിഫിന് നൂനിന് ശേഷം വന്നുകൊണ്ട്. അല്ല. അതെ, ഹംസത്തിൽ വസ്ല് വന്നത് കൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്? ഇദസ്സമാഉനെ ചേർത്ത് ഓതുമ്പോ അവിടെ ഒന്ന് ഹംസത്തിൽ വസ്ല് എന്ത് ചെയ്യും? നമ്മള് വ്യക്തമാക്കൂല. ഖുർആനിലെ ഓരോ പാരായണത്തില് നമ്മളെ കൊണ്ടുവരൂല, വായിക്കൂല. പകരം ശേഷമുള്ള അക്ഷരത്തിലേക്ക് എന്ത് ചെയ്യും? ചേർത്ത് വായിക്കും. അതുകൊണ്ടാണ് അവിടെ നൂന് നമ്മൾ എന്ത് ചെയ്യുന്നു? മറയ്ക്കുന്നു. കാരണം അവിടെ സുക്കൂന് പ്രിന്റ് ചെയ്തിട്ടില്ല. സുക്കൂൻ അവിടെ കൊടുത്തിട്ടില്ല. അതെ. അതെ. وأذنت لربها وحقت وإذا الأرض مدت
وألقت ما فيها وتخلت وأذنت لربها وحقت. അസീനത്ത് അൽഖത്ത് ഇതിനെ തീത്ത് എന്നിങ്ങനെ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാല് കൽക്കലയുടെ ഒരു ഖുത്ബ ജദിന്റെ അങ്ങനെ ആയി മാറും. പക്ഷെ നമുക്ക് താ എന്നുള്ളത് കൽക്കലയുടെ അക്ഷരം അല്ലല്ലോ. വതഖല്ലത്ത്. അപ്പൊ നമുക്ക് അവിടെ കൽക്കല ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ പറയണം, وألقت ما فيها وتخلت وأذنت لربها وحقت. يا أيها الإنسان إنك قادر إلى ربك قدرا فملاقيه. فأما من أوتي كتابه بيمينه. കിതാബുഹു ബായിന് ദമ്മാണോ? فأما من أوتي كتابه بيمينه. കിതാബഹു ഹറക്കത്ത് നോക്കിയാ ഇൻഷാ അല്ലാഹ്. كتابه بيمينه فسوف يحاسب حسابا يسيرا. حسابي حسابي كتاب فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا. وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا. إنه كان في أهله مسرورا. إنه ظن أن لن يعور بلى إن ربه كان به بصيرا. فلا أقسم بالشفق والليل وما وسق والقمر إذا اتسق لتركبن طبقا عن طبق فما لهم لا يؤمنون وإذا قرئ عليهم القرآن لا يسجدون بل الذين كفروا يكذبون والله أعلم بما يوعون فبشرهم بعذاب أليم إلا الذين آمنوا وعملوا الصالحات لهم എന്ന് നിർത്തൂല. إلا الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. കിട്ടുന്നില്ലല്ലോ? ഇല്ല ഇല്ല മാഷാ അല്ലാഹ്. ബാറക്കല്ലാഹു. സാംസങ് അതാരാണ്? ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ബുറൂജ് എന്ന് പാരായണം. പേര് ടെക്സ്റ്റ് അടിച്ചിട്ടില്ല, പേരടിച്ചിട്ടില്ല. ഹലോ, അത് നമുക്ക് കിട്ടാറില്ല. ഈ സാംസങ്ങിന്റെ പേരിലാണ് നേരത്തെ കിട്ടാറില്ല. വിളിച്ചാലപ്പം തന്നെയല്ലേ? കിട്ടൽ കുറവാണ്. എന്നാണില്ല ക്ലാസ്സിൽ ചോദിക്കുമ്പോ മറുപടി കിട്ടാൻ ആരാന്ന് പേര് അറിയില്ല, മറുപടി കിട്ടാറില്ല, കുറവാണ്. എന്താണെന്ന് അറിയില്ല. രണ്ടുപേരെന്ന് കേറിയിട്ടുള്ളൂ. 3 പേരാണ്. പക്ഷെ ഒരാള് ഈ ഒരു അവസ്ഥയാണ്. ആരെന്ന് അറിയില്ല. അല്ലാഹു അഅലം. ഈ നമ്പറിൽ നോക്കിയാൽ ഗ്രൂപ്പിൽ നോക്കിയാലേ കിട്ടുമല്ലോ പേര്. ഒരു സൂറത്ത് ഓതാം അതാ. ഇൻഷാ അല്ലാഹ്. ബുറൂജ്. أعوذ بالله من الشيطان الرجيم. والسماء ذات സൂറത്തിന്റെ തുടക്കവും ബിസ്മിയും കൂടി ഓതാം. بسم الله الرحمن الرحيم. والسماء ذات البروج واليوم الموعود وشاهد ومشهود قتل
النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود ഷുഹൂദ് وما അല്ല ഹായനക ഷുഹൂദ്. شهود ഇത് അവിടെ കൽക്കല شهود ഷുഹൂദ്. شهود കുറച്ചും കൂടി ഒന്ന് വ്യക്തമാക്കണം. ഷുഹൂദ്. شهود അതെ. وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض അല്ലദി له ملك له അതെ ലഹു الذي له ملك السماوات والأرض والله على كل شيء شهيد. അവിടെയും ഷഹീദ് അല്ല ഷഹീദ് ഹായാണ് ഷഹീദ്. شهيد شهيد അതെ. إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا തുമ്മലയുടെ മീമിന് ശബ്ദില്ലേ മണിക്കണ്ടേ. ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق. إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار ذلك الفوز الكبير. കബീർ അല്ല അവിടെ കബീർ റോയെ നേർപ്പിക്കണം. കബീർ കബീർ കാരണം ഇൻഷാല്ലാ നമ്മള് പഠിക്കുന്നത് കുറച്ചും ഡീപ്പായിട്ടുള്ള പഠനമാണ്. നമ്മളിപ്പോ ഇപ്പൊ നമ്മള് പഠിച്ച സിലബസ് എന്ന് വെച്ചാല് ഖുർആനില് എഴുത്തിന്റെ ശൈലി വെച്ചിട്ട് നമ്മള് തജ്വീദ് പോകുന്നത്. എഴുത്തിന്റെ ഇത് വെച്ചിട്ട് അപ്പൊ നമ്മള് ഹുക്കുമ് പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മള് ഹുക്കുമ് ഇൻഷാല്ലാ അതിന്റെ ഒരു ഇത് തുടങ്ങും, ബാച്ച് തുടങ്ങും ഇൻഷാല്ലാ. നമ്മളിപ്പോ ഇപ്പൊ നമ്മള് സിലബസ് പഠിച്ചു കഴിഞ്ഞ് അതിന്റെ ഒരു എക്സാം ഉണ്ടാവും, അതിന്റെ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോ ഇപ്പൊ പഠിച്ച നിയമം നമ്മൾ വെച്ചിട്ട് എന്ത് ചെയ്യണം, പ്രാക്ടിക്കലായി ഓതലാണ്. അപ്പം ഒരിക്കലും നമ്മൾ എന്താക്കില്ല, ഹുക്കുമായിട്ട് പഠിക്കുന്ന വെച്ചാല് ഓരോ വിധികളുണ്ട്. ഇഖ്ഫാ, ഇദ്ഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന. അതേപോലെ കൽക്കല എന്ന 2-3 തരം, കൽക്കലത്ത് സുഗറ, കൽക്കലത്തുൽ കുബറ, അതേപോലെ ഇദ്ഗാം ശഫവി, ഇഖ്ഫാഉ ശഫവി, ഇദ്ഹാർ, ഒരുപാട് ഹുക്കുമുകളുണ്ട്, വിധികളുണ്ട് തജ്വീദിൽ. അപ്പൊ അതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോ ഇതിന്റെ അടുത്ത് നമ്മള് ഇതിൽ പഠിക്കും ഡീപ്പായിട്ട്. ഇപ്പൊ ഫസ്റ്റ് എന്ന നിലക്കാൻ നമ്മൾ എന്താ ഈ ചെറിയൊരു രൂപത്തിൽ എന്താക്കിയത്, എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ നമ്മൾ ഇതേ ഒരു രൂപത്തിൽ പഠിച്ചത്. ഖുർആനിന്റെ ടെക്സ്റ്റ് രൂപത്തിൽ അതിന്റെ എഴുത്തിന്റെ ശൈലിയൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത വായിച്ച് പഠിച്ചതാണ് തജ്വീദിൽ ഓതാൻ പഠിച്ചത്. പക്ഷെ കബീർ അവിടെ റോയിന് സുക്കൂനാകുന്നു. ഇവിടത്തെ കാരണം ഞാൻ പറഞ്ഞുതരാം. കബീർ എന്നതില് എന്താ വമ്മുള്ള റോ അല്ലേ, കബീറു ദാലിക്കൽ ഫൗസുൽ കബീറു ആണ്. പക്ഷെ ആയത്തിന്റെ അവസാനമായതുകൊണ്ട് നമ്മൾ നിർത്തുമ്പോ ദമ്മു മാറി എന്ത് വരും, സുക്കൂന് വരും. ഇപ്പൊ റോ സുക്കൂൻ. ഓക്കെ. അപ്പോ സുക്കൂനുള്ള റോയിന് മുമ്പ് സുക്കൂനുള്ള യാ വരണം. അതിന്റെ കാരണം എന്തുകൊണ്ടാണ് റോയിനെ നേർപ്പിക്കാൻ കാരണം, അതിന് കാരണമാണ് സുക്കൂനുള്ള റോയിന് മുമ്പ് സുക്കൂനുള്ള യാ വരിക. ആ സുക്കൂനുള്ള യാന് മുമ്പുള്ള അക്ഷരത്തിന് കെസർ വരിക. ഓക്കെയാണ്. സുക്കൂണ റോയിന് മുമ്പ് സുക്കൂണുള്ള യാ ഇല്ലേ, ഉണ്ട്. ആ സുക്കൂണുള്ള യാ വെച്ചാൽ അവിടെ യാന് സുക്കൂൻ കൊടുത്തിട്ടില്ല. പക്ഷെ എന്താണ്, ആ യാ സുക്കൂനാണ്. കാരണം ഒരു ഹറക്കത്തും ഇല്ലാത്ത അവസ്ഥ അത് സുക്കൂനാണ്. ഒരു അക്ഷരത്തിന് ഫതഹില്ല, കസറില്ല, ദമ്മില്ല, ഫതഹു തൻവീനില്ല, കസറു തൻവീനില്ല, ദമ്മു തൻവീനും ഇല്ല. ഒന്നുമില്ലാതെ ഒരു അക്ഷരം എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ അക്ഷരം സുക്കൂനാണ്. ചിലതില് സുക്കൂൻ എഴുതും, ചിലതിൽ എന്ത് ചെയ്തില്ല, സുക്കൂന് പ്രിന്റ് ചെയ്യൂല. ഇവിടെ യാന് സുക്കൂൻ. അപ്പൊ സുക്കൂണുള്ള യാ വന്ന് ആ സുക്കൂണുള്ള യാന് മുമ്പുള്ള അക്ഷരത്തിന് കെസറ വന്നു. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ സുക്കൂണുള്ള റോയിന് എന്താക്കണം, നേർപ്പിച്ച് ഉച്ചരിക്കുക. കബീർ എന്നല്ല, കബീർ. കബീർ രാ എന്നൊരു കബീർ. മനസ്സിലായോ? ഫൗസുൽ കബീർ.
അതെ കബീർ. മാഷാ അല്ലാ. അത് സുക്കൂനിലെ നിർത്താം. കബീർ എന്നല്ലേ പറയാ. സുക്കൂൻ നിർത്തണം. കബീർ. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് ചേർത്ത് ഒതുകയാണെങ്കിൽ നമ്മൾ റോയിനെ നേർപ്പിക്കോ? ഇല്ല. ഇല്ല. കാരണം ദമ്മ് ചെയ്ത് റോയിന് ദമ്മാണെങ്കിൽ കനപ്പിക്കണം. ദാലിക്കൽ ഫൗസുൽ കബീറു. അവിടെ റോയിന് എന്താക്കുന്നു? നമ്മള് കനപ്പിക്കുന്നു. അപ്പൊ എന്താണ് ഇതിലെന്ന് വെച്ചാല് അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് നിയമം മാറും. ഫുൾ സ്റ്റോപ്പ് റോയിനെ നമ്മൾ എന്താക്കും? നേർപ്പിക്കുന്നു. ചേർത്തൊതുകുമ്പോ എന്താകുന്നു? അവസ്ഥ മാറി റോയിനെ എന്താക്കുന്നു? കനപ്പിച്ച് ദമ്മാക്കി തഫ്ഹീം എന്ന് പറയുന്ന കനപ്പിക്കലിന് അറബി പറയുന്ന പേരാണ് തഫ്ഹീം. തഫ്ഹീം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓതുന്നു. കബീറു ഇന്ന ബത്ശ. നഅം മാഷാ അല്ലാഹ്. അപ്പോ 12ാമത്തെ ആയത് ഇന്ന ബത്ശ റബ്ബിക ലശദീദ്. അണ്ണാക്കി തട്ടുണ്ടാക്കുക. കാഫ് പറയുമ്പോ മുമ്പിലുള്ള ഭാഗത്ത് തട്ടണം. അവിടെയാണ് അണ്ട എന്ന് പറയുമ്പോ എന്താണ്? കോഫ് പറയുന്നതിന്റെ തൊട്ട് മുമ്പിലുള്ള ഭാഗത്താണ് നാക്ക് തട്ടുന്നത്. അപ്പൊ ഒന്ന് നമ്മ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. കോഫിന് സുക്കൂനാക്കി എന്ന് പറഞ്ഞൊക്കെയാണ് ആക്ക്. അപ്പൊ അണ്ണാക്കി ആക്ക്. ഓക്കെ ആണല്ലേ? സുക്കൂനാക്ക് അണ്ട വ്യത്യാസമല്ല. നാക്ക് തട്ടുന്ന രണ്ടും രണ്ട് സ്ഥലത്താണ്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കൊരു അക്ഷരത്തിന്റെ മഖ്റജ് ലഭിക്കണമെങ്കിൽ ആ അക്ഷരത്തിന്റെ സുക്കൂനാക്കി പറഞ്ഞു നോക്കിയാൽ മതി. ഇപ്പൊ ഖാഫിന്റെ മഖ്റജ് എന്ന് വെച്ചാൽ എന്താണ്? അക്ഷരം ഉത്ഭവിക്കുന്ന സ്ഥലത്തിനാണ് മഖ്റജ്. അപ്പോ നമ്മൾ ഖാഫിന്റെ ഉത്ഭവസ്ഥാനം കിട്ടണം. അപ്പൊ നമ്മള് ഖാഫ് സുക്കൂനാക്കി പറഞ്ഞു നോക്കുക. അപ്പൊ അണ്ണാക്കി തട്ടുന്നു. ഇനി എന്താണ്? അക്ഷരത്തെ അണ്ണാക്കി തട്ടുന്നു. ക്യാഫ് ആകുമ്പോഴോ അതിന് തൊട്ട് മുമ്പുള്ള ഭാഗം തട്ടുന്ന നാക്ക്. ഇവിടെ റബ്ബിക അല്ല റബ്ബിക. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്. അതെ. ഓക്കെ. പിന്നെ ഈ ബത്ശ പറയുമ്പോ ദമ്മാക്കിയാണ് പറയുന്നത്. അതെ ബത്ശ അഥവാ താ ആവാൻ പാടില്ല. ബത്ത് താ അല്ല ഇന്ന ബത്ശ. അതെ ബത്ശ. നഅം. ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ്. യുബ്ദിഉ ഐനാണ്. യുബ്ദിഉ അവിടെ ഐനാണോ? യുബ്ദിഉ ഐനാണോ? അക്ഷരം യുബ്ദിഉ അല്ല. അവിടെ യുബ്ദി ആ ദാലിന് ശേഷമുള്ള അക്ഷരം ഏതാ? ഹംസ. അതെ. അപ്പൊ ഹംസക്ക് ദമ്മ് വന്ന ആണോ ഊ ആണോ? അല്ലല്ല ഊ അല്ല. ഹംസക്ക് ദമ്മ് വന്ന നമ്മള് അലിഫിന് ഉച്ചാരണം അല്ലല്ല ഊ അല്ല ഊ ഹംസ യുബ്ദി ഊ. അതെ ഊ. അവിടെ ഓതിയത് യുബ്ദിഉ ഐനായിട്ടാണ് ഓതിയത്. അപ്പൊ അങ്ങനെ ഓതുമ്പോ അവിടെ അക്ഷരം മാറി അതേപോലെ ആയത്തിന്റെ അർത്ഥം മാറും. യുബ്ദിഉ എന്നാക്കിയ. അതെ ഹംസയാണ്. അതെ വയുഈദ്. വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅാലുൽ ലിമാ യുരീദ് ഹൽ അതാക ഹദീസുൽ ജുനൂദ് ഫിർഔന വസമൂദ്. ഫിർഔന റോയിനെ നേർപ്പിക്കും നമ്മൾ അവിടെ. അതെന്തെന്ന് പറയാ? പറഞ്ഞുതരാം. അവിടെ നമ്മൾ റോയിനെ നേർപ്പിക്കാൻ ഫിർഔന എന്ന് പറയാൻ കാരണം അവിടെ സുക്കൂനുള്ള റോ വന്നല്ലേ? അതിന് മുമ്പുള്ള അക്ഷരത്തിന് കെസർ വന്നു അല്ലേ? അതാണ് കാരണം. സുക്കൂനുള്ള റോയിന് മുമ്പുള്ള അക്ഷരത്തിന് കെസറ വന്ന റോയിനെ എന്താക്കണം? നേർപ്പിക്കാൻ. ഈ റോയിനെ നേർപ്പിക്കുന്നതിന് അറബി പറയുന്നത് തർഖീഖുർ റ.
റോയിനെ നേർപ്പിക്കൽ. അപ്പൊ തർക്കീഖ് സുക്കൂണ റായിന് മുന്നേ കസർ വന്നു കഴിഞ്ഞല്ലേ? സുക്കൂണ റോയിന് മുമ്പ് കെസർ വന്നാല് റോയിനെ നേർപ്പിക്കണം. മറ്റേ അത് മറ്റേ കബീറിന്റെ അടുത്ത് പറഞ്ഞത് യാവില്ലുണ്ടോന്നാ സുക്കൂണിലെ യാവ് വന്നുകൊണ്ടോന്നാ? കബീരിൽ എന്താണ് സുക്കൂണ റോയിന് മുമ്പ് സുക്കൂണ യാ വന്നു. ആ സുക്കൂണ യാന് മുമ്പ് കെസറിന്റെ അക്ഷരം വന്നു. ഓക്കെ കബീർ. ഓക്കെ. പല അവസ്ഥകളുണ്ട്. അങ്ങനെ വരുമ്പോഴും സുക്കൂണ റോയിന് മുമ്പ് സുക്കൂണ യാ വരിക, അതിനു മുമ്പ് കെസർ വന്നാല് റോയിനെ നേർപ്പിക്കും. അതേപോലെ സുക്കൂണ റോയിന് മുമ്പ് കെസർ വരികയാണെങ്കിൽ റോയിനെ എന്ത് ചെയ്യും? നേർപ്പിക്കും. അതേപോലെയാണ് റോയിന് കെസർ വന്നാലും റോയിനെ നേർപ്പിക്കും. റോയിന് കെസർ വരിക റോ രി അല്ലേ? അഥവാ റോയിനെ നേർപ്പിക്കുന്നതും കനപ്പിക്കുന്നതുമായിട്ടൊരു 14ഓളം ഹുക്കുമുകളുണ്ട്. കസർ വന്നാൽ ഇപ്പം നിർപ്പിക്കാൻ വേണ്ടി അല്ലേ? എല്ലാ എവിടെ വന്നാലും എന്തൊക്കെ ഈ റായിന് കസർ വന്നാല് എല്ലാ സ്ഥലത്തും നേർപ്പിക്കാൻ വേണ്ടി കെസർ വന്നാല് നമുക്ക് പൊതുവായ നിയമമാണ് നേർപ്പിക്കണം റോയിനെ കെസർ വന്നാൽ. പക്ഷെ റോയിന് സുക്കൂനുള്ള റോയിന് മുമ്പ് കെസർ വരുന്നത് ചില കാരണങ്ങളാല് ചിലപ്പോൾ നമ്മൾ കനപ്പിക്കേണ്ടി വരും സുക്കൂണ റോയിനെ. അത് ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ സൂറത്തുൽ ഫജ്റിൽ ആക്കാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് മനസ്സിലാക്കും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? സുക്കൂണ റോയിന് മുമ്പ് കെസർ വന്നാല് റോയിനെ നേർപ്പിക്കും. പക്ഷെ അതിന് ചില കാരണങ്ങളാൽ എന്ത് ചെയ്യും? ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും? കനപ്പിക്കേണ്ടി വരും. അത് ആ അവസ്ഥ വന്നാൽ മാത്രം നമ്മൾ കനപ്പിച്ചാൽ മതി. ശീലിച്ചുള്ളത് മാറിയെടുക്കാൻ പണിയേക്കും. ഖുർആൻ അവിടെ നേർപ്പിക്കണ്ടല്ലേ? അവിടെ കസർ വരാത്തോണ്ട് കെസർ വരാത്തോണ്ട് സുക്കൂണ റോയിന് മുമ്പ് ദമ്മല്ലേ അവിടെ? കെസറാണ് بل الذين كفروا في تكذيب والله من ورائهم محيط. അവിടെ വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത് ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. ഈ ഒരു സൂറത്തിനൊരു പ്രത്യേകത എന്താണെന്നറിയോ? സൂറത്തുൽ ബുറൂജിനൊരു പ്രത്യേകത അറിയോ ആർക്കെങ്കിലും? സൂറത്തുൽ ബുറൂജിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞുതരാം. അതെ, ഈ സൂറത്തില് കൂടുതലും അവസാനിക്കുന്നത് കൽക്കലയുടെ അക്ഷരങ്ങളിലാണ്. ഉദാഹരണം പറഞ്ഞാൽ വസ്സമാഇദാത്തിൽ ബുറൂജി ജി, മനസ്സിലായി? ജി. മൗഊദ് വൽയൗമിൽ മൗഊദ്, പിന്നെ മശ്ഹൂദ്, ഉഖ്ദൂദ്, വുഖൂദ് വഖൂദ്, ഖുഊദ്, ശുഹൂദ്, ഹമീദ്, ഷഹീദ്, ഹരീഖ്. പക്ഷേ 11-ാമത്തെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കല പാടില്ല. കബീരി 13 യുഈദ് 14 15 എന്താണ്? മജീദ്. അതെ, സമൂദ്, തക്സീബ്, അതെ, മുഹീത്ത് മുഈത്ത് അല്ല മുഹീത്ത്. 22-ാമത്തെ മഹ്ഫൂദ്. അവിടെ നമുക്ക് കൽക്കല ചെയ്യാതെ മഹ്ഫൂദ് കൽക്കല ചെയ്യാൻ പാടില്ല. അപ്പൊ 2 ആയത്തിൽ മാത്രമാണ് കൽക്കല അവസാനിക്കാത്തത്. ബാക്കിയുള്ള ആയത്ത് മുഴുവൻ എന്താണ്? ബാക്കി 20 ആയത്ത് മുഴുവനും കൽക്കല അവസാനിക്കുന്നത്. ഓക്കെ, ഷറഫ് സൂറത്ത് തോരഖ് കൂടെ ഓതി നമുക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഇ വത്താരിഖ് വമാ അദ്റാക മത്താരിഖ് അന്നജ്മു സ്സാഖിബ് ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ് فلينظر
خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه ഇത് പറഞ്ഞോ കേൾക്കുന്നില്ല മുറിഞ്ഞ് മുറിഞ്ഞ് കേട്ടിട്ടില്ല കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടിട്ടില്ല. ഓക്കെ. അവിടെയൊക്കെ യഖ്റുജു മിൻ ബൈന സുൽബി വത്തറായിബ്, ബായിനെ ഖൽഖല ചെയ്യണം. വത്തറായിബ്. يخرج من بين الصلب والترائب അവിടെ വത്തറായിബിലെ റായിന് എത്ര ഹറക്കത്താണ് നീട്ടേണ്ടത്? അവിടെ 4 അർത്ഥത്തിലാണ്. മദ്ദിന് ശേഷം 4 അല്ല, 4 4. 5 ആ, അവിടെ 5 അങ്ങ് നീട്ടാം കേട്ടോ. 5 നീട്ടിയിലൊക്കെ ഖൈറാണ്. വത്തറായിബ്. يخرج من بين الصلب പിന്നെ والترائب ആയിട്ടെന്ന് തോന്നുന്നു ഷറഫ് കവർ താ ആണ്. والترائب إنه على رجعه رجعي لقادر لقادر. لا لا، رجعه. إنه على رجعه ഇതിനെ لقادر വ്യക്തമാക്കണം. رجعه لقادر ലഖാദിർ. يوم അവിടെ ലഖാദിർ എന്നാണോ? റായിനെ നേർപ്പിക്കലല്ലേ വേണ്ടത്, കനപ്പിക്കൽ. لا ശരിക്കും നമ്മള് لقادر രണ്ടാമത്തെ ആയത്തിൽ ലഖാദിർ എന്നതില് റായിനെ കനപ്പിക്കണോ നേർപ്പിക്കണോ? കസറിന് ശേഷം നേർപ്പിക്കണം. അതെ, നമ്മൾ കസറിന് ശേഷം പറയാൻ പാടില്ല. സുക്കൂണുള്ള റായിന് മുമ്പ് കസർ വന്നു നിർത്തുകയാണെങ്കിൽ അപ്പൊ ലഖാദിർ. അവിടെ നിർത്തുന്നത് മാത്രല്ല റായിനെ കനപ്പിക്കും. ലഖാദിറുൻ യൗമ. ലഖാദിർ യൗമ തുബ്ല സറായിർ അവിടെയും റായിനെ നേർപ്പിക്കണ്ടേ? യൗമ തുബ്ല സറായിർ അല്ലേ? ഒന്നുകൂടി. യൗമ തുബ്ല സറായിർ. അതെ. വമാ ലഹു മിൻ ഇത് പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. وما له من قوة ولا ناصر والسماء ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോ ഇൻഷാ അല്ലാഹ് നമ്മളെ സൂറത്തു ത്വാരിഖ് വരാത്തി അടുത്ത ക്ലാസ്സിൽ സൂറത്തുൽ അഅല നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ മുതൽ ഇൻഷാ അല്ലാഹ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ നമ്മള് അരജുസു ആയി കേട്ടോ. സൂറത്ത് നബ മുതൽ അഅലയും കൂടെ ആയാലാണ് അരജുസു ആവുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളൊരു 10ാമത്തെ പേജിൽ എത്തിയിട്ടുണ്ട്. ഇത് അമ്മജൂസ് മൊത്തം കഴിക്കോ? പരീക്ഷന്റെ മുമ്പ് അല്ല ക്ലാസ് ഉണ്ടോ? ഇൻഷാ അല്ലാഹ് കഴിയും. ഇൻഷാ അല്ലാഹ്. ഓക്കേ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم وعليكم السلام ورحمة الله وبركاته. جزاكم الله خير.